മഹാഭാരത യുദ്ധം ഒരു നിമിഷം കൊണ്ട് തീർക്കാൻ കഴിയുന്ന ഒരു യോദ്ധാവ് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാനാവൂ. പക്ഷെ വിശ്വസിച്ചേ പറ്റത്തുള്ളൂ. അങ്ങനെ ഒരു യോദ്ധാവ് ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്നു. വ്യാസമഹാഭാരതത്തിൽ ഉൾപ്പെടുത്താത്തതും മറ്റു പുരാണകകളിൽ ഉൾപ്പെടുത്തിയതുമായ ഒരു ശക്തനായ യോദ്ധാവ്. എന്തുകൊണ്ട് വ്യാസമഹാഭാരതത്തിൽ നമുക്ക് ഈ യോദ്ധാവിനെ കാണാൻ കഴിയുന്നില്ല എന്ന് ചോദിച്ചാൽ അതിനുള്ള ഉത്തരം വീഡിയോയുടെ അവസാനം ഞാൻ പറയാം. ഭീമന്റെ പൗത്രനും ഘടോൽക്കജന്റെ പുത്രനുമായ ബാർബറികനാണ് ആ ശക്തനായ യോദ്ധാവ്. അമ്മ അഹല്യവതിയിൽ നിന്നുമാണ് ആയുധ അഭ്യാസവും യുദ്ധകലയും പഠിച്ചിട്ടുള്ളത്. ഒരിക്കൽ ബാർബറികൻ മഹാദേവനെ പ്രത്യക്ഷനാക്കാൻ ഒരു ഉഗ്ര തപസ്സിലേർപ്പെട്ടു. ഇതിൽ സംപ്രീതനായ മഹാദേവൻ പ്രത്യക്ഷപ്പെട്ടു. തന്നെ പ്രീതിപ്പെടുത്തിയ ബാർബറികന് ഭഗവാൻ 3 ദിവ്യ അസ്ത്രങ്ങൾ കൊടുത്തു. അതിനാൽ 3 ദിവ്യമായ അസ്ത്രങ്ങൾ വഹിക്കുന്നവൻ ബാർബറികൻ എന്നറിയപ്പെട്ടു. പിന്നീട് അഗ്നിദേവൻ 3 ലോകങ്ങളിലെ വിജയങ്ങൾ അടയാളപ്പെടുത്താൻ കഴിവുള്ള ഒരു അസ്ത്രവും ബാർബറികന് സമ്മാനിച്ചു. ഒരിക്കൽ മഹാഭാരത യുദ്ധം നടന്ന സമയത്ത് ശ്രീകൃഷ്ണൻ ഭൂമിയിലുള്ള എല്ലാ യോദ്ധാക്കളെയും വിളിച്ച് ചോദിച്ചു, നിങ്ങൾക്ക് എത്ര ദിവസം കൊണ്ട് മഹാഭാരത യുദ്ധം അവസാനിക്കാനായിട്ട് സാധിക്കും? അതവിടെ കൂടി നിന്ന ശക്തരായ യോദ്ധാക്കളായ അർജുനനും കർണനും ഭീഷ്മരും ദ്രോണരും എല്ലാവരും പറഞ്ഞത് 20 മുതൽ 30 ദിവസത്തിനുള്ളിൽ മഹാഭാരത യുദ്ധം തീർക്കാനാവുമെന്നാണ് ഇവരെല്ലാവരും പറഞ്ഞത്. തന്റെ 3